ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചുള്ളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ കുറ്റം പറയാനാണ് ഈ ചാനൽ ഉപയോഗിക്കുന്നതെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കുറ്റം പറയാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. വളരെ ആരാധ്യനായ ഒരു കഥാപാത്രം, റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് IPS. എനിക്ക് വളരെ ആരാധന തോന്നിയൊരു വ്യക്തിയാണ് കേട്ടോ. അദ്ദേഹം പറയുന്ന ശാസ്ത്ര സത്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. സത്യത്തിൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുന്ന ശാസ്ത്രങ്ങൾ പറയുന്നതൊക്കെ എന്ത് കോപ്പ് ശാസ്ത്രം എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ സിസേറിയനിലൂടെ ജനിക്കുന്ന കുട്ടികളൊക്കെ ക്രിമിനലായി തീരും, പിന്നെ ഏതൊരു യൂണിവേഴ്സിറ്റി ഇടിച്ചു പൊളിച്ചിട്ട് അത് കിഴക്കോട്ട് ദർശനമായി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് നേടാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ശാസ്ത്രീയ സത്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ ഈ ശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം എബാക് മീഡിയയിൽ വരികയുണ്ടായി. ആ ഇൻ്റർവ്യൂ കണ്ടവർ എനിക്കൊന്നും പറയാനില്ല. സത്യത്തിൽ അദ്ദേഹം ഒരു അവതാര പുരുഷനാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ 100 വർഷം മുമ്പ് ഭൃഗുമുനി, 2000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യമുനി, 4000 വർഷങ്ങൾക്ക് മുമ്പ് വസിഷ്ഠ മുനിയൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള അവതാര പുരുഷന്മാരെ കുറിച്ചാണ് മുൻകൂറായിട്ട് പ്രവചിക്കുക. ഇപ്പോൾ കൽക്കി എന്ന് പറയുന്ന അവതാരത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ യേശു ക്രിസ്തു വരും, രക്ഷകൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന്മാരുടെ ഇതിനകത്ത് പണ്ട് എഴുതി വെച്ചിരിക്കുന്നു, സ്ക്രിപ്റ്റേഴ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ പറയുന്നത് പോലെ അലക്സാണ്ടർ ജേക്കബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ മുനിമാർ, അത് ഒന്നും രണ്ടുമല്ല 3 പേരാണ് നിരന്നിരുന്ന് മത്സരിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു അവതാര പുരുഷനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹം കുറെ ശാസ്ത്ര സത്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ 1-2 എടുത്തുള്ളൂ, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കെല്ലാം ഉൾക്കൊള്ളുന്ന, എൻ്റെ ഒരു മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടല്ലോ, ആ പരിമിതി എനിക്കൊരു 3-4 ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്താണ് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന, ഈ പുലിമുരുകനിലൊക്കെ പറയുന്ന പോലെ പുലിമുരുകൻ എന്ന് പറയുന്ന സത്യം എന്ന് പറയുന്നു, അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന സത്യം കേട്ടറിവിനേക്കാൾ വലുതാണ്. അത്രയും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. റിയാക്ഷൻ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്തുതിപാഠൻ എന്ന നിലയിൽ അത് ഏറ്റുപറയേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇദ്ദേഹത്തിന് ഈ സംഭവങ്ങൾ കിട്ടിയത് ഈ തമിഴ്നാട്ടിൽ എവിടെയോ ഒരു ടീമുണ്ട് അത്രേ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താളിയോല എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചാണ്ട് പറയുന്നത്, ചിലപ്പോൾ ഇത് പറയുമ്പോൾ തെറിയായിപ്പോൾ സാധ്യതയുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓല അവർ കൊണ്ടുവന്ന് കാണിക്കും. എന്നിട്ട് ഓല കൊണ്ടുവന്നിട്ട് ആ ഓല വായിച്ചിട്ട് ഇവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ കുറേ വ്യാഖ്യാനങ്ങൾ പറയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അതാണ് സംഭവം. അങ്ങനെ ഇങ്ങനെ ഒരു താളിയോല എടുക്കാൻ പോയ ഒരു സംഭവം, ആ ഓലയിൽ വായിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറിന് ഇപ്പോൾ ഒരു മകളായി, ഇനി 2 പെൺമക്കൾ ജനിക്കും, സാറിന് ആൺമക്കളുണ്ടാവുകയില്ല. സാറിൻ്റെ മൂത്ത മോക്ക് ഭഗവാന്റെ അമ്മയുടെ പേരായിരിക്കും, 2ാമത്തെ മകൾക്ക് ഭഗവാന്റെ പേരിൻ്റെ സ്ത്രീലിംഗമായിരിക്കും, ഇളയ മകൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളെന്ന പേരുള്ളവളായിരിക്കും. മൂത്ത മകൾ ചരിത്രം പഠിക്കും, അതിൽ പ്രഗത്ഭയായിട്ട് മാറും. 2ാമത്തുള്ള എഞ്ചിനകത്ത് കയറി രഹസ്യം പഠിക്കും, യന്ത്രത്തിനകത്ത് രഹസ്യം പഠിക്കും. 3ാമത്തെ മോൾ മനുഷ്യൻ്റെ മനസ്സിനകത്ത് കയറി അതിൻ്റെ രഹസ്യം പഠിക്കും. എന്താണല്ലേ, എഞ്ചിൻ്റെ അകത്ത് കയറി പഠിക്കണം, മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് കയറി പഠിക്കണം, ചരിത്രത്തിൻ്റെ അകത്ത് കയറി പഠിക്കാൻ പറ്റാത്ത എന്താണെന്ന് പുള്ളി പറയാതെ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, 3 പെൺമക്കളും ഉണ്ടാവും, നേരത്തെ തന്നെ പറയാം, അവരുടെ പേരൊക്കെ തന്നെ പറയാം. അപ്പം ഇദ്ദേഹത്തിന് ആദ്യത്തെ പെൺകുട്ടി ഉണ്ടായപ്പോഴാണ് ഈ ഓല വായിക്കാൻ പോയത്. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ 3 പെൺമക്കളുണ്ടാവും പേരൊക്കെ എന്ന്, അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ വിശ്വസിച്ചു. ചില ആൾക്കാർ എടുത്ത് ചോദിക്കും, സാർ അപ്പം 2ാമത്തെ കുട്ടിക്ക് മുന്നേ അല്ലേ പോയത്, പിന്നെ ഇങ്ങനെ 3ാമത്തെ കുട്ടിയുടെ പ്രവചനം കൂടി ആഡ് ചെയ്യുന്നത്, അതിന് ഭഗവാന്റെ അമ്മയുടെ പേരിടും എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്ന് ചില വിശ്വാസമില്ലാത്തവർ ചോദിക്കും. ഞാൻ ചോദിക്കില്ല ആ കാര്യം, കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടാവും. ആദ്യത്തെ കുട്ടിയുടെ പേര് മറിയം, മേരി, അതായത് യേശുവിൻ്റെ അമ്മയുടെ പേര്, അതാണ് ഭഗവാന്റെ അമ്മയുടെ പേര്. അവർ ചരിത്രത്തിലാണ്. അപ്പം പറഞ്ഞല്ലോ, ഓലയിൽ ഓൾറെഡി പറഞ്ഞു ചരിത്രത്തിൽ സെറ്റാവും എന്നുള്ളത്. 2ാമത്തെ കുട്ടിയുടെ പേര് ജെസ്സി, അത് ഭഗവാന്റെ സ്ത്രീലിംഗം, ജീസസിൻ്റെ സ്ത്രീലിംഗമായ ജെസ്സി. അപ്പോൾ ആ ജെസ്സി അവൻസ് എന്ന് പറഞ്ഞൊരു ഒളിമ്പ്യൻ ഉണ്ടല്ലോ, പുള്ളി ആണാണല്ലോ. അപ്പം ജെസ്സി എന്ന് പറഞ്ഞ പേര് സ്ത്രീലിംഗമാണോ? അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണ്ട. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഉള്ളവർ വിശ്വസിച്ചാൽ മതി, അല്ലാത്തവർ വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. അത് ഭഗവാന്റെ സ്ത്രീലിംഗമായിട്ട് നോക്കുകയാണെങ്കിൽ എടുക്കാം.
പിന്നെ ഏറ്റവും അവസാനം അമ്മയ്ക്ക് ഇഷ്ടമുള്ളവൾ അമ്മു എന്നർത്ഥമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇനിയിപ്പോൾ ശബ്ദധാരാവലിയൊന്നും ഞാൻ പോയി നോക്കില്ല, അതൊക്കെ വിവരക്കേടായിരിക്കും അതിനകത്തുള്ളത്. ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇവർ ഈ പറയുന്ന പോലെ ഒരാൾ എഞ്ചിൻ്റെ അകത്ത് കയറി എഞ്ചിനായി മനുഷ്യ മനസ്സിൻ്റെ അകത്ത് ഒരു മനഃശാസ്ത്രം പഠിച്ചു, പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ സാറേ, ഇത് ഞാൻ വിശ്വസിക്കും സാറേ. പക്ഷെ ചില അലവലാദികളുണ്ട്, അവരിത് വിശ്വസിക്കില്ല. അവർ വിശ്വസിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിപ്പോൾ സാറ് ഈ ഓല എടുക്കാൻ പോയാൽ പിറ്റേ ദിവസം ഈ കാര്യം പറയണം ആളുകളുടെ അടുത്ത്. അതെ, എനിക്കിനി ജനിക്കാൻ പോകുന്ന 2 പെൺമക്കളാണ് കേട്ടോ, ഇനി ഇവരിങ്ങനെ ആകുന്നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യണം. എന്നാലും ഈ അലവലാദിൽ വിശ്വസിച്ചില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജാപ്പാനിലൊരു ജാപ്പനീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ഓലയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ കിമോണയാണോ എനിക്കറിയാൻ പാടില്ല. അവര് ഒരു താറ്റ്സുഗി എന്ന് പറയുന്ന വ്യക്തിമാരെ ജൂലൈ 4-നോ 5-നോ ഒക്കെ ജാപ്പാൻ മൊത്തം തകർന്നു പോകുന്നു പറഞ്ഞു, സുനാമി അടിച്ചിട്ട്. അതേപോലെ തന്നെ സംഭവിച്ചു. ഇപ്പൊ ഭൂപടം എടുത്തു നോക്കി, അവിടെ ജാപ്പാൻ എന്ന് പറഞ്ഞ രാജ്യമില്ല. ടൂറിസത്തിൻ്റെ ഒരു 3600 കോടി രൂപ അങ്ങനെ തോലഞ്ഞു, അത് വേറെ കാര്യം. അത് ആ വിശ്വാസികളായ ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്, വിശ്വാസികൾക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ ജാപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം എവിടെ കാണാനുണ്ടോ? അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2018 മഴയുണ്ടാവില്ല എന്ന് അന്നത്തെ കാണിപ്പയ്യൂർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പ്രവചിച്ചു. ഒരു തുള്ളി മഴ പെയ്തില്ലല്ലോ ആ വർഷം. വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവസാനം ഡാമിലെ വെള്ളമൊക്കെ തുറന്നു വിടേണ്ടി വന്നു. ഡാമിന് വെള്ളം പിടിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഈ ഡാമിലെ വെള്ളമൊക്കെ ഒരുമിച്ച് വന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി, ആളതിനകത്ത് പെടുകയും ചെയ്തു. പക്ഷെ ഒരൊറ്റ തുള്ളി മഴ ആ വർഷം പെയ്തിട്ടില്ല. അതാണ് പ്രവചനം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറയണം. അങ്ങനെ നേരത്തെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആൾക്കാർ വിശ്വസിച്ചാൽ. അല്ലെങ്കിൽ ഇപ്പം ഈ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചരിത്രത്തിലും ടെക്നോളജിയിലും മനഃശാസ്ത്രത്തിലൊക്കെ മക്കള് ഡിഗ്രി എടുത്ത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് പേരിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പേരിടുമെന്നൊരു മുനി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചില അങ്ങനെയാണതേ, ചില അലവലാദികൾ അങ്ങനെ വിശ്വസിക്കൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏത് വിഷയം പഠിക്കും, ആ കുട്ടിക്ക് എന്തായിരിക്കും പേരെന്ന് 2000 വർഷത്തിന് മുമ്പ് അഗസ്ത്യൻ എഴുതി വച്ചിരിക്കുന്നു. 4000 കൊല്ലത്തിന് മുമ്പ് വസിഷ്ഠൻ എഴുതി വച്ചിരിക്കുന്നു. അതെങ്ങനെ എഴുതി വെക്കും? നമുക്ക് ജനിക്കാത്ത കുട്ടി, ഗർഭത്തിലുണ്ടാവാത്ത കുട്ടി ഏത് ലിംഗത്തിൽ ജനിക്കും, ഏത് പേര് കിട്ടും, ആ കുട്ടിക്ക് എന്താ കുട്ടി പഠിക്കും എന്ന് 2000 വർഷത്തിന് മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് ഞാൻ ആലോചിക്കുന്നത്? ഇതല്ല കേട്ടോ, 2000 വർഷത്തിന് ഈ പുള്ളിക്കാരൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനൊരു പുള്ളിക്കാരൻ ഇതേപോലെ എത്ര ആൾക്കാരുടെ കാര്യം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നേരത്തെ എടുത്ത് ഈ ഓല വായിക്കേണ്ട, ഈ താളി ഓല വായിക്കുന്നവന്മാർ ചെയ്യേണ്ടവന്മാർ ഈ കാര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാസ്കോഡ ഗാമയുടെ ഓല നേരത്തെ വായിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടായേനെ. അയാൾ ഈ കാല് കുത്തിയതിന് ശേഷമാണല്ലോ ഈ ഗാമ ഈപ്പോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഗാമ ഈപ്പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വൈദേശിക ആധിപത്യത്തിന് കീഴിലായിരുന്ന ഒരു കാലഘട്ടം, ഏകദേശം ഒരു 425 വർഷത്തോളം വിദേശ ആധിപത്യത്തിന് കീഴിലായിരുന്ന കാലഘട്ടത്തെയാണ് ഗാമ ഈപ്പോക്ക് എന്ന് പറയുന്നത്. അന്നേരം പോർച്ചുഗീസുകാർ, സ്പാനിയേഴ്സുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരൊക്കെ വന്ന് ഇവിടെ വന്ന് ഭരിച്ച് ഈ നാടിനെ മുടിച്ച് അത്തരം വർഷം നമ്മൾ അടിമത്തത്തിലാക്കി. എന്നാൽ ഈ ഗാമയുടെ ഓല, ഈ താളി ഓല വായിക്കുന്നവന്മാരൊക്കെ എടുത്ത് വായിക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇന്ന വർഷം വന്നിട്ട് ഈ കാപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് കാല് കുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അവനെ കാലോടെ കുത്തിക്കാൻ സമ്മതിക്കുമായിരുന്നു. അവനെ കാല് വെട്ടിയെടുക്കൂല ആൾക്കാർ. എടാ, ഇവൻ വന്നിരിക്കുന്നത് മറ്റേ പരിപാടിക്കാണ്, നമ്മൾ അടിമകളാക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കാല് കുത്താൻ സമ്മതിക്കാതെ പറഞ്ഞിടുമായിരുന്നില്ലേ? ഇതിപ്പോൾ ഈ DGP സാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾക്കിത് മനസ്സിലായി. അതേപോലെ ഇവന്മാരുടെ കാര്യമൊക്കെ ഒന്ന് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, എത്ര ആൾക്കാരാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽപ്പെട്ട് പെടാപ്പാട് പെടേണ്ടി വന്നത്? എത്ര ആൾക്കാർ മരിച്ചു? എത്ര ആൾക്കാർ ജീവത്യാഗം ചെയ്യേണ്ടി? ഇതൊക്കെ നഷ്ടമാണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അന്നൊരു ഓലെടുത്ത് വായിച്ചാൽ പോരായിരുന്നു ഈ വാസ്കോഡ ഗാമയുടെ? അത് ചെയ്തില്ല. വല്ലാത്ത താളിയോലകൾ തന്നെ കേട്ടോ ഇവര്. പക്ഷേ അതിലെ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിഗംഭീരമായ ശാസ്ത്രമാണ്. സാർ, അത് എനിക്ക് മനസ്സിലാകും, ഈ അസത്തുകൾക്ക് മനസ്സിലാകണ്ടേ? സാറ് പറയുന്ന ശാസ്ത്രം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. എനിക്ക് എത്ര മനസ്സിലായതുണ്ട് ഈ സിസേറിയന്റെ കാര്യം. ഈ സിസേറിയൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികൾ ആദ്യം കാണുന്നത് അമ്മയുടെ വയറ് കീറിയ കത്തിയാണ്. അത് കണ്ടിറങ്ങുന്ന കുട്ടികൾ ക്രിമിനൽസ് ആയിത്തീരും. അങ്ങനെ എത്ര പിള്ളേരുണ്ടെന്നറിയാവോ? എനിക്കറിയാം എത്ര പിള്ളേരുണ്ട്. അവരൊക്കെ ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നതാണ്, നാളെയൊക്കെ അവരുടെ സ്വഭാവം മാറും. എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഉണ്ട്. എനിക്ക് വളരെ റെസ്പെക്ട് തോന്നുന്നത്, ഈ ഒരു ഏജിൽ എനിക്ക് റെസ്പെക്ട് തോന്നുന്ന കുട്ടികളുണ്ട്. അങ്ങോട്ട് റെസ്പെക്ട് തോന്നുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. നമുക്ക് എല്ലാ കുട്ടികളോടും നല്ലത് ചെയ്യുന്നുണ്ട്, എനിക്ക് റെസ്പെക്ട് തോന്നുന്നു. പക്ഷെ ഇവരൊക്കെ സാറ് പറയുന്ന നാളെ മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം സാറ് പറഞ്ഞ് ശാസ്ത്ര സത്യം, അദ്ദേഹത്തെ ഇപ്പം മറ്റേ മെഡിക്കൽ സയൻസിലെ ആൾക്കാർ എന്താ പറയുക,
കുട്ടികളുടെ കണ്ണിന്റെ കാഴ്ച ആ സമയത്തൊന്നും അങ്ങനെ ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സെൻസറി ഓർഗൻസ് ഒക്കെ ഡെവലപ്പായി വരുന്നത്. അവർക്ക് ആദ്യം കളർ തിരിച്ചറിയാൻ അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ മങ്ങിയിട്ടായിരിക്കും കാണുന്നത്. ചില അസത്തുകളുണ്ട് ജനിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണടച്ച് ജനിച്ചു കഴിഞ്ഞ ചില കുഞ്ഞുങ്ങൾ അവർ ചിലപ്പോൾ ഈ കത്തി കാണുമില്ല. അപ്പൊ സാറ് പറയുന്ന ഈ ശാസ്ത്രം അങ്ങനെ തള്ളിക്കളയുന്ന ആൾക്കാരുണ്ട്. ഐസ് വിഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന മങ്ങിയാണ്, അതങ്ങനെ കത്തിയാണ് തിരിച്ചറിയും. കളർ അവർക്ക് അറിയില്ലല്ലോ, കളറൊക്കെ പിന്നെയല്ലേ കുട്ടികൾ തിരിച്ചറിയുന്നത്. അവർ മൂവ്മെന്റ്സ് ഒക്കെ നോക്കിയാണ് ചിരിക്കുന്നതെന്നൊക്കെ ഈ ശാസ്ത്രം ഇങ്ങനെ പറയും, പല ശാസ്ത്രജ്ഞന്മാരും പറയും. പക്ഷെ സാറ് പറയുന്നതാണ് ശാസ്ത്രം, അതെനിക്കറിയാമെന്ന്. അപ്പൊ സാറ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് എന്താ പറയേണ്ടത്, സിസറിയൻ നടക്കുമ്പോൾ കത്തിയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് നല്ല വിഷ്വൽ വരുമ്പോൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ കണ്ട ഒരു ക്രിമിനലായി തീരും എന്ന് പറയുമ്പോൾ ശക്തമായിട്ട് സാറിന്റെ പുറകെ അടി ഉറച്ച ആളുകൾ വിശ്വസിക്കും. പിന്നെ മറ്റേ യൂണിവേഴ്സിറ്റിയുടെ കാര്യം അത് അല്ലിപ്പൊളിച്ച് കളഞ്ഞല്ലോ, അതെല്ലാം കിഴക്കോട്ട് ദർശനാക്കില്ല, അല്ലെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യായിരുന്നു. പണ്ട് സാറ് വേറൊരു ശാസ്ത്രം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാനൊരു കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ഒരു പരിപാടിയുടെ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽക്കണം ഹോളിൻ്റെ. അങ്ങനെ ഹോളിൽ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ സാറ് പറയുന്ന വളരെ ശാസ്ത്രീയമായ ഒരു സംഭവം കേൾക്കുന്നു. സാറ് SSLC പരീക്ഷയോ എൻട്രൻസ് എക്സാമോ എന്ത് എഴുതാൻ വേണ്ടി നിൽക്കുന്ന സമയം, ആ സമയത്താണ് കാറ്റഗിസം പരീക്ഷ വരുന്നത്. സാറിൻ്റെ അപ്പനെന്ന് സാറിനോട് പറഞ്ഞു, നീ കാറ്റഗിസം പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ടുള്ള പഠനമൊക്കെ മതി എന്ന് പറഞ്ഞു. സാറ് വിഷമത്തോടെ കാറ്റഗിസം പഠിച്ച് പരീക്ഷ എഴുതി. അത് കഴിഞ്ഞിട്ടാണ് സാറ് ബാക്കിയുള്ള പഠിച്ചിട്ട് SSLC പരീക്ഷയാണ് എൻട്രൻസ് ആണോ പ്ലസ് ടു ആണോ പ്ലസ് 1 ആണോ എനിക്കറിയാം. മിക്കവാറും 10ാം ക്ലാസ് ആയിരിക്കണം സാധ്യത, കാരണം പ്ലസ് 1 പ്ലസ് 2 ഈ ഇടക്കാണല്ലോ വന്നത് കാറ്റഗിസത്തിലേക്ക്. അപ്പോൾ സാറ് ആ പരീക്ഷ വൻ വിജയത്തോടെ പാസ്സായി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സാറിൻ്റെ അടുത്ത്, സാർ ഇപ്പുറത്ത് ആ ഹോളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പാപ്പാളി ഹോളിൻ്റെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, സാർ ഇങ്ങനെ പറയാൻ പാടില്ല, ആളുകൾ വിശ്വസിക്കണമെങ്കിൽ സാറ് പറയേണ്ടത് ഞാൻ കാറ്റഗിസം പരീക്ഷ മാത്രമാണ് എഴുതിയത്, മറ്റവരൊക്കെ പോയി ക്വാളിഫയിങ് എക്സാം എഴുതി, പക്ഷേ കാറ്റഗിസം പരീക്ഷ എഴുതിയ ഞാൻ ക്വാളിഫയിങ് എക്സാം എഴുതാതെ തന്നെ പാസ്സായി എന്ന് പറയണം. അവിടെയാണ് ആളുകൾക്ക് കൂടുതൽ വിശ്വാസം വരുന്നത്, അവിടെയാണ് കൂടുതൽ ശാസ്ത്രീയത വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ അസത്തുകൾ വെറുതെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും, ഇതൊക്കെ എന്ത് പൊട്ടത്തരമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്, ഞാനൊന്നും കേൾക്കില്ല, ഞാനതൊന്നും ചെവി കൊടുക്കാനേ പോകില്ല. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അങ്ങ് രാജാവിനെ ധിക്കരിച്ചു. അങ്ങനെ രാജാവ് അങ്ങേ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഈ ജന്മത്തിൽ ആറിൻ്റെ അങ്ങേക്കരയിൽ ജനിക്കും. ഏകദേശം ഇതിപ്പോഴും സാറ് പറയുന്നത് ഇപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കാതിരിക്കണം കേട്ടോ. ഇത് ഇനി ഞാൻ സാക്ഷിയാണ് ഈ സംഭവത്തിന്. അന്ന് ഈ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിട്ട് പുള്ളി അന്ന് അവിടെ താമസിക്കുന്ന കാലത്ത് ഞാൻ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അങ്ങേരിക്കും ഇതായിട്ട് ബന്ധമുണ്ടോ തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിക്ക് അലക്സാണ്ടറിൻ്റെ പേര് സ്വീകരിക്കാൻ തോന്നിയത്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ സോഷ്യൽ മീഡിയ ഞാനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. പുള്ളിയുടെ സോഷ്യൽ മീഡിയ മാനേജർ ഞാനായിരുന്നു. ഞാനാണ് അന്ന് PR വർക്ക്, ഓൺലൈൻ PR വർക്കൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. പുള്ളി യുദ്ധത്തിന് പോകുമ്പോഴേക്കും അതിൻ്റെ വീഡിയോസ് എടുക്കുക, പിന്നെ യുദ്ധത്തിനിടയ്ക്ക് റീൽസ് എടുക്കുക. അതിനിടയ്ക്ക് ഞങ്ങൾ ചില ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമായിരുന്നു. യുദ്ധം ഇപ്പോൾ ജയിക്കേണ്ട സമയത്ത് ചില മണ്ടത്തരമൊക്കെ പറ്റുമല്ലോ. അപ്പോൾ വേറെ ആൾക്കാർ എന്ന് പറയുന്നത്, രാജാവെ നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി, എന്താ ദാസ ഈ ബുദ്ധി നമ്മൾക്ക് നേരത്തെ തോന്നായിരുന്നത്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് വിജയ എന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയും. അങ്ങനെയുള്ള റീൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ റീൽസ് ഞങ്ങൾ പോസ്റ്റ് ഉണ്ട്. പക്ഷേ യുദ്ധത്തിനിടയ്ക്ക് അതങ്ങനെ കുറെ പോയി. അങ്ങനെ ഞാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ബ്രിട്ടീഷ് നേവലിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ പെട്ടുപോയിട്ടുണ്ടല്ലോ, F-35 അങ്ങനെ പറയുന്ന ഏതൊരു F-35B, ആ ഫ്ലൈറ്റ് ഇവിടെ പെട്ടിട്ടുണ്ടല്ലോ. അതേപോലെ ഞാനിവിടെ പെട്ടു എന്ന്. അപ്പം ഞാൻ ചക്രവർത്തിയോട് പറയുകയും ചെയ്ത്, ഇതിപ്പോൾ പ്രശ്നമില്ലല്ലോ, നിങ്ങൾ യുദ്ധത്തിന് മുമ്പ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്താൽ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ പറഞ്ഞു, പുള്ളിയും പോയി. അങ്ങനെ ഞാൻ പിന്നെ ഓൺലൈനായിട്ടാണ് പുള്ളിയുടെ പരിപാടികൾ ബാക്കിയൊക്കെ ചെയ്തിരുന്നത്. അന്ന് ഞാൻ താമസിക്കാനായിട്ട് വീടെടുത്തിരുന്നത് ഈ നമ്മുടെ ഈ DGP സാർ അന്ന് മന്ത്രി ആയിരിക്കുന്നുണ്ടല്ലോ, പുള്ളി വീടിൻ്റെ അടുത്താണ്. അന്ന് സെൻറ്റിന് എന്തോ ഒരു 2.5 ലക്ഷം രൂപ അങ്ങനെ തൊട്ടിട്ടാണ് വില. അങ്ങനെ ഞാൻ അവിടെ സ്ഥലം മേടിക്കുന്നു, പുള്ളി വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അന്ന് തന്നെ പുള്ളിക്ക് യൂട്യൂബിൽ പുള്ളിയുടെ കൂടെ വീഡിയോസ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളി എൻ്റെ അടുത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി വരും. അപ്പം അങ്ങനെ പുള്ളിക്ക് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെയുള്ളതാണ് ഞാനന്ന് മനസ്സിലായിട്ടാണോ ഈ അലക്സാണ്ടർ എന്ന പേര് പുള്ളി സ്വീകരിച്ചത് എനിക്കറിയാൻ പാടില്ല. അതിന് ഈ പുള്ളി എപ്പോഴെങ്കിലും ആ കഥ പറയുമായിരിക്കും. അപ്പോൾ പുള്ളിയുടെ ഈ യൂട്യൂബിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഈ വീഡിയോസിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, സാറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. അതായത് കഴിഞ്ഞ ജന്മം മുതലേ ഞാൻ പുള്ളിയുടെ ആരാധന. അന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഈ ജന്മത്തിന് ഞാൻ പുള്ളിയുടെ ആരാധനയായി തീരുമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പുള്ളിയോടൊപ്പം കഴിഞ്ഞ ജന്മത്തിൽ പുള്ളിയുടെ വീഡിയോസ് കാണാനും പുള്ളിയുടെ കൂടെ താമസിക്കാനും ഈ ജന്മത്തിലും പുള്ളിയുടെ വീഡിയോസ് കാണാനും അദ്ദേഹത്തിൻ്റെ ആരാധനയെ തുടരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഇതൊക്കെ ഒരു ശാസ്ത്രത്തിന് ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല.
അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളുടെ ഒരു മനുഷ്യ മനസ്സിൻ്റെ അറിവിനൊക്കെ, മനുഷ്യ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അറിവിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അത്ഭുതം എന്നല്ല എന്ത് പറയാം. ഇളക്കിയപ്പോൾ അവിടെ നിന്ന് ആത്മാക്കൾ പുറത്തു വന്ന് പല വീട്ടിലും കുഴപ്പമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഡ്രൈവർ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടി ചായ അങ്ങ് തെറിച്ച് പോകും. എൻ്റെ പോലീസുകാരൻ ഡ്രൈവർ കയറി ഊഞ്ഞാലിരുന്നു. ഭൂതം വന്നിട്ട് 10 അടി മേപ്പോട്ടും 10 അടി എതിർവശത്തോടും മേപ്പോട്ടും ഇയാളോട് നിലവിളിക്കുക. പോലീസുകാരനാ നിലവിളി. എല്ലാവരോടും ഓടിച്ചെന്ന് ഊഞ്ഞാൽ പിടിച്ച് നിർത്തി. പക്ഷെ എന്താണല്ലേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതേവരെ പണ്ട് ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് ആരും ആട്ടല്ലാതിരിക്കുമ്പോഴേക്കും ഇതേവരെ ചില പ്രേതങ്ങൾ വന്നിട്ട് എന്നെ ഊഞ്ഞാലാടി തരാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ഊഞ്ഞാലാടി നേരെ പോയി മാവിൻ്റെ ഇലയിലൊക്കെ കാല് മുട്ടിക്കാൻ നോക്കും, തിരിച്ചു വരും. അങ്ങനെ പിന്നെ ചായ കുടിക്കുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പുല്ല് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാനിതേപോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ ഒരു കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ചായ മറിച്ച് തൊട്ടടുത്ത ആൾക്കാരെ മേത്തിടും. ഇത്രയും കാലം ഞങ്ങൾ അവരെ കളിയാക്കുമായിരുന്നു, ഇത് ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം ഇനി മുതൽ ഞാനത് ചെയ്യില്ല. കാരണം ഇത് പ്രേതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രേതത്തിൻ്റെ പരിപാടി ആയിരിക്കും. ഈ ചായ കിട്ടാതെ മരിച്ച പ്രേതങ്ങൾ ഉണ്ടാവും തന്നെ, വല്ല ഫിൽറ്റർ കോഫി കിട്ടാതെ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ക്യാപ്പിച്ചിനോ കിട്ടാതെ മരിച്ചുപോയ വല്ല പ്രേതങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് മറ്റുള്ളവർ ഈ ചായ കുടിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചിലപ്പോൾ തട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും തട്ടിമറിച്ച് ചായ. എൻ്റെ പുതിയ ഷർട്ട് ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ പുതിയ ഷർട്ടിനകത്ത് ചായ തട്ടിമറിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫ്രണ്ട്. അപ്പം അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് വല്ല പ്രേതങ്ങൾ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇപ്പം ഈ ഒരു സംഭവം കേട്ടപ്പോഴേക്കും ആ വിശ്വാസം വന്നത്. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് വേണാട്ട് രാജകുടുംബത്തിലുള്ള പ്രേതങ്ങളാണ് കേട്ടോ. അവരൊക്കെ അടക്കം ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഈ ഭസ്മമൊക്കെ സൂക്ഷിച്ചുള്ള സ്ഥലം പിന്നീട് റെയിൽവേയുടെ എക്സ്പാൻഷൻ വന്നപ്പോൾ ആ സ്ഥലം ഇതിനകത്ത് പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ റിനോവേഷൻ വർക്കുമെല്ലാം നടക്കുകയായിരിക്കും. ആ സമയത്താണ് ഈ സ്ലാബ് എന്താ മാറ്റിയപ്പോൾ ഈ പ്രേതങ്ങളൊക്കെ ചാടി പുറത്തു വന്നത്. അങ്ങനെയുള്ള പ്രേതങ്ങളാണ് പിന്നെ ഊഞ്ഞാലാട്ടാനും ചായ തട്ടി തെറിപ്പിക്കാനൊക്കെ പോയിട്ടുള്ളത്. എന്തായാലും പ്രേതം ഇങ്ങനെ വെറുതെ വിട്ടില്ല. ഒരു ദിവസം രാത്രി അപ്പം ഞാൻ കാലിനടിയിലോട്ട് നോക്കി. ഭൂതമാണെങ്കിൽ കാല് തറയെ തുറത്തില്ലല്ലോ, മനുഷ്യനല്ലേ കാലം തറ. അപ്പോൾ തറയെ നേരടി പൊങ്ങി നിൽക്കുക ഈ സ്ത്രീ. അപ്പം എനിക്ക് മനസ്സിലായി ഭൂതമാണ്. ഞാൻ ഇംഗ്ലീഷിൽ ബാസ്റ്റഡ് മണ്ണോ ഇംഗ്ലീഷ് ഒരു ചീത്ത വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആത്മാവാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് സ്പീച്ചാണ് വന്നിരിക്കുന്നത്, ബ്ലഡി പ്രേതം സഫാരീസ്. കുറഞ്ഞ വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സെങ്കിലും പോകാൻ പാടില്ലേ? അല്ല സാറേ, എനിക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. സാർ എന്തായാലും നേരിട്ടൊക്കെ തോന്നുന്നുണ്ട്, എന്നിട്ട് എൻ്റെ ബിസിനസ് ഐഡിയ പറയാം. മലയാളത്തിൽ മറ്റേ മച്ചമുളെ ചീത്ത വിളിച്ചപ്പോൾ ഭൂതം ഡം എന്നൊരു ശബ്ദം കേട്ടിട്ട് അങ്ങ് ഡിസപ്പിയർ ചെയ്തു. വല്ല അല്ലെങ്കിൽ തന്നെ ഈ ഭൂതങ്ങൾ ശ്രദ്ധിക്കണ്ടേ? പോലീസുകാരുടെ അടുത്താണ്. ഇന്നത്തെ പോലെ ജനമൈത്രിയൊന്നുമില്ല എന്ന് ആലോചിക്കണം. പോലീസുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല തെറി കിട്ടുമെന്ന് മനസ്സിലാക്കണ്ടേ? ഇത് ഏത് മണ്ടം ഭൂതമാണ് പോലീസുകാരുടെ അടുത്ത് പോയത്? പുള്ളിക്കാരൻ പ്രേതമാണ് പ്രതിയാണ് നോക്കിയൊന്നുമില്ല കേട്ടോ, നല്ല പൂരത്തെറി. അതോടെ പ്രേതം കണ്ടമ്പോഴും ഓടിയാണ് കേട്ടത്. ഇനിയിപ്പോൾ പ്രേതങ്ങൾ ഓടിക്കാനൊരു വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഇംഗ്ലീഷിലൊന്നും തെറി പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല മലയാളത്തിൽ തെറി പറയാം പ്രേതം നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഭൂമിയിൽ നിന്നും എത്ര പൊക്കത്തിലാണ് ഇവർ നിൽക്കുന്നത്? ഒരു മിനിമം ഒരു 1.5 അടി പൊക്കത്തിലെങ്കിലും നിൽക്കണം, എന്നാലും നമുക്ക് അവരൊരു പ്രേതമാണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ചില പ്രേതങ്ങൾ പറ്റിക്കും. നിലത്ത് കറുത്ത ഇഷ്ടിക വിട്ടിട്ട് അതിൻ്റെ മേത്ത് കയറി നിന്നിട്ട് സാരി കിടക്കുന്നുണ്ട് കാലുകൾ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഇഷ്ടിക കാണൂല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, കാല് തൊടുന്നുള്ളത്. ഇത് തൊടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല പൂരത്തെറി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോട് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെടുള്ളൊരു കാര്യമാണ് ഈ പ്രേതങ്ങൾ ഓടിക്കാനുള്ളത്. സാറേ, ഞാൻ എൻ്റെ ബിസിനസ് ഐഡിയ പറയാം. അതായത് ഇപ്പോൾ ഈ കുറേ പ്രേതങ്ങൾ ഇംഗ്ലീഷ് അറിയാതെയാണല്ലോ ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ടാവുക. ഇപ്പോൾ രാജകാലത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ വരുന്നതിന്, ഇപ്പോൾ സാറ് പറഞ്ഞു ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പുള്ള പ്രേതങ്ങളുണ്ടാവും. ചിലരാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകില്ല, ക്ലാസ്സിൽ കയറാത്ത പ്രേതങ്ങളുണ്ടാവും. ചില പ്രേതങ്ങൾ അങ്ങനെയാണ്, പഠിക്കാൻ പോയ സ്ഥലത്ത് പഠിക്കാൻ പോകില്ല, വല്ല മാവിലും കല്ലെറിയാൻ പോകും, അല്ലെങ്കിൽ വല്ല ഇതിപ്പോൾ സാറ് പറഞ്ഞാൽ വല്ല കാറ്റീസ് ക്ലാസ്സിലൊക്കെ പോയിരിക്കും, ഇതുപോലുള്ള കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി കിടക്കും, വല്ല ഊഞ്ഞാലൊക്കെ കയറിയിരിക്കാൻ പോകും. അവന്മാരും ക്ലാസ്സിൽ പോകില്ല. അങ്ങനെയുള്ള പ്രേതങ്ങൾ വല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളടുത്ത് ചെന്ന് പെട്ടെന്ന് വിചാരിക്കും, ഒരു സായിപ്പിൻ്റെ അടുത്ത് ചെന്ന്, ഇപ്പോൾ കേരളം കാണാൻ പോകുന്ന ഒരു സായിപ്പിനെ ഒന്ന് പീഡിപ്പിക്കാൻ ചെന്നു. ഇവർ ഇംഗ്ലീഷ് പറഞ്ഞ് ഈ പ്രേതത്തിന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുന്നതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് മാത്രമല്ല, നമുക്ക് സ്പോക്കൺ ഹിന്ദി ക്ലാസ്സും കൂടി വേണം. കാരണം ഇപ്പോൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, തൊഴിലാളിയായിട്ട് വന്നിട്ടുള്ളവർ. അവരെയൊക്കെ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹിന്ദിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ ഇപ്പോൾ അരേ ബായ്, ഇതർ ആവോ ബായ്, ഉദർ ജാവോ ബായ്, ക്യാ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവരിപ്പോൾ ഹിന്ദി തെറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ കുറച്ച് ഒന്നുമില്ലെങ്കിലും ഹിന്ദിയിൽ കുറച്ച് തെറി, ഇംഗ്ലീഷിൽ കുറച്ച് തെറിയൊക്കെ നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പോക്കൺ ഹിന്ദി കോഴ്സിലൂടെ ഈ പ്രേതങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സംഗതി ഉണ്ടോ, നമുക്കൊന്ന് ചർച്ച ചെയ്യണം അതിനെക്കുറിച്ച്. ഇനി
അത് അത്ര നല്ലൊരു ബിസിനസ് അല്ല എങ്കിൽ എനിക്കൊരു 2 ഐഡിയ കൂടി ഉണ്ട്. അതിലൊരു ഐഡിയ ഇതാണ്. ഈ ഓലയൊക്കെ എടുത്ത് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെടുത്ത് പോയിട്ട് നമുക്ക് ഇപ്പം മൊത്തത്തിൽ ഒരാളുടെ കാര്യം മാത്രമല്ല, കുറേ ആൾക്കാർ കാര്യം ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കൊറോണ പോലുള്ള രോഗങ്ങൾ എപ്പോൾ വരും അത് നമുക്ക് നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2020, 21, 19 ആ കാലഘട്ടത്തിലാണ് നമ്മൾ കൊറോണയുടെ സംഭവം വരുന്ന അറിയാം, നമ്മൾ ലോക്ക്ഡൗണിൽ പെട്ടു പോകുന്നത്. ആ ലോക്ക്ഡൗൺ ഒഴിവാക്കാം നമുക്ക്. എങ്ങനെ? കൊറോണ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അതിന് വേണ്ടിയുള്ള വാക്സിൻ കണ്ടുപിടിക്കാം. ആ വാക്സിൻ നേരത്തെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോക്ക്ഡൗണിൽ പോകണ്ട. ഏത്? പിന്നെ ഈ വാക്സിൻ നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല അറിയുള്ളൂ ഈ കൊറോണ വരുമെന്നുള്ള കാര്യം. നമ്മൾക്ക് ഈ സംഭവം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് ഒരു ജോയിൻ്റ് ആയിട്ട് പോയിട്ട് ഒരു ബിസിനസ് ആക്കാം. ആ സമയത്ത് വാക്സിൻ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഓടിക്കൂടെ നമുക്ക് 4 ദുട്ടുണ്ടാക്കാം. ഇനി ഇതൊന്നും വേണ്ട, സ്പോക്കൺ ഇംഗ്ലീഷും പോട്ടെ, വാക്സിനും പോട്ടെ. സാറേ ഒരുപാട് ഓപ്ഷൻസ്. ഇപ്പം നമ്മൾ ഈ വിക്കിപീഡിയ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് പ്രേതങ്ങൾ, ആത്മാവുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തുക ഓഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ജെയിംസ് റാൻഡിയുടെ പ്രൈസ് ആണ്. പുള്ളി 1964 തുടങ്ങിയ പരിപാടിയാണത്. ഇപ്പോഴതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് $23,26,500 ആണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-17 കോടി രൂപ അടുത്തുണ്ട് ഈ സംഭവം കൊടുക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സാറിൻ്റെ ഈ സയൻറ്റിഫിക് ആയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത്രയും പൈസ ഇട്ട് 10-17 കോടി കിട്ടും സാറേ. പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കണം. സാറിൻ്റെ കൂടെ ഞാൻ കട്ടക്ക് വെക്കും. നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കണം. ഈ പ്രേതങ്ങളുണ്ട്, ആത്മാക്കളുണ്ട്, അതേപോലെ ഈ ഓലയിൽ ഇതേ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ ഇട്ട് സാറിന് ഈ പൈസ വേണ്ടാന്ന് എനിക്കറിയാം. കാരണം സാർ അങ്ങനെ ഈ പൈസ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സാർ ഒരു അവതാര പുരുഷനാണ്. ഇതൊന്നും സാറിന് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ആ പൈസ സാർ എനിക്ക് തരിക. ആ പൈസ ഞാൻ വളരെ ഭവ്യതയോടെ ഞാൻ ആ പൈസ സ്വീകരിച്ചോളാം. 10-17 കോടി രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ സ്വീകരിച്ചോളാം. എന്നിട്ട് ആ പൈസ കിട്ടിയ സന്തോഷത്തിൽ ജീവിതകാലം മുഴുവനും സാറിൻ്റെ ഈ അപദാനങ്ങൾ ഞാൻ പാടി നടക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.